നമസ്കാരം. കേരളം കുതിച്ചു പായുകയാണ്. ഇന്ന് നാടിന് കിട്ടിയത് കരമന കളിയിക്കാവുള്ള ദേശീയപാതയുടെ രണ്ടാമത്തെ റീച്ച് 4 വരിപ്പാത. വികസന വഴിയിൽ നിൽക്കുമ്പോൾ UDF കാലത്തെ ഒരു പാലം കൂടി പൊളിഞ്ഞെന്ന വാർത്തയും ഇന്നത്തെ വാർത്തകളിൽ കണ്ടു. കണ്ണൂർ പാപ്പിനിശ്ശേരി റെയിൽവേ പാലം. ഇതിനിടെയാണ് അഴിമതി ആരോപണ വിധേയനായ മുൻമന്ത്രി ഇബ്രാഹിം കുഞ്ഞ് വീണ്ടും പൊതുവേദിയിലെത്തിയ കാഴ്ചയും കൊച്ചിയിൽ കണ്ടത്. നമ്മുടെ ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരളം ജാഥയിൽ കഴിഞ്ഞില്ല. 150 കോടിയുടെ ഫാഷൻ ഗോൾഡ് തട്ടിപ്പ് കേസിൽ ജയിലിലായിരുന്ന MC കമറുദ്ദീനും ഇന്ന് പുറത്തിറങ്ങി. വിശദമായി കാണാം. ആദ്യം 9 PM തലക്കെട്ടുകൾ. നിക്ഷേപ തട്ടിപ്പ് കേസിൽ പ്രതിയായ ലീഗ് MLA MC കമറുദ്ദീൻ ജയിൽ മോചിതനായി. പുറത്തിറങ്ങുന്നത് 3 മാസത്തെ ജയിൽവാസത്തിന് ശേഷം. പരാതിക്കാർക്ക് എതിരെ ഗൂഢാലോചന ആരോപിച്ച് കമറുദ്ദീൻ. ശബരിമലയിലെ കോൺഗ്രസ് നീക്കത്തെ വിമർശിച്ച് O രാജഗോപാൽ. ശബരിമല തെരഞ്ഞെടുപ്പ് വിഷയമല്ല, വികസനമാണ് തെരഞ്ഞെടുപ്പിലെ വിഷയമാകേണ്ടത്. UDFന് ആത്മാർത്ഥതയില്ലെന്ന് NSS പറഞ്ഞത് ശരിയെന്നും O രാജഗോപാൽ കൈരളി ന്യൂസിനോട്. NCPയും മാണി C കാപ്പനും വഴി പിരിയുന്നു. ദേശീയ നേതൃത്വം തീരുമാനമെടുക്കുമെന്ന് TP പീതാംബരൻ മാസ്റ്റർ. മുന്നണി മാറ്റം അജണ്ടയിലില്ലെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. പാലായിൽ മത്സരിക്കുമെന്ന് ആവർത്തിച്ച് മാണി C കാപ്പൻ. പാലായിലെ വിജയം വ്യക്തിയുടെ വിജയമല്ല, മുന്നണിയുടെ വിജയമെന്ന് VN വാസവൻ. KV തോമസ് KPCC വർക്കിംഗ് പ്രസിഡന്റായി. ദേശീയപാത വികസനത്തിൽ സ്മാർട്ടായി കേരളം. കരമന കളിയിക്കാവിള ദേശീയപാതയുടെ രണ്ടാം റീച്ചിൽ 4 വരിപ്പാത നാടിന് സമർപ്പിച്ച് മുഖ്യമന്ത്രി. വികസനത്തിൽ വിവേചനമില്ലെന്ന് മന്ത്രി G സുധാകരൻ. UDF കാലത്ത് നിർമ്മിച്ച കണ്ണൂർ പാപ്പിനിശ്ശേരി റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിൽ അഴിമതിയെന്ന് വിജിലൻസ് കണ്ടെത്തൽ. UDF വന്നാൽ കേരള ബാങ്ക് പിരിച്ചുവിടുമെന്ന് മുല്ലപ്പള്ളി. ടൈറ്റാനിയത്തിലെ എണ്ണ ചോർച്ച 3-അംഗ സമിതി അന്വേഷിക്കും. ഏറ്റവും കൂടുതൽ പേർക്ക് തൊഴിൽ നൽകിയത് LDF സർക്കാർ എന്നും മന്ത്രി EP ജയരാജൻ. നിയമന നിരോധനം നടത്തിയവരാണ് സർക്കാരിനെ കുറ്റം പറയുന്നതെന്നും മന്ത്രി. ഇന്ന് 5281 പേർക്ക് കോവിഡ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 7.37%. ടെസ്റ്റ് പോസിറ്റിവിറ്റി മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കേരളത്തിൽ കുറവെന്ന് ആരോഗ്യമന്ത്രി. വിതുര പെൺവാണിഭ കേസിലെ 1-ാം പ്രതി സുരേഷ് കുറ്റക്കാരനെന്ന് കോടതി. ശിക്ഷ നാളെ അറിയാം. സണ്ണി ലിയോണിനെതിരായ പരാതിക്ക് അടിസ്ഥാനമില്ലെന്ന് ക്രൈംബ്രാഞ്ച്. കോഴിക്കോട് സോളാർ തട്ടിപ്പ് കേസിൽ സരിത S നായർക്ക് അറസ്റ്റ് വാറന്റ്. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് പോവുകയാണ്. സ്ഥാനാർത്ഥിയാകാൻ മോഹം പ്രകടിപ്പിച്ച് MC കമറുദ്ദീൻ MLA. ഫാഷൻ ഗോൾഡ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവിധ കേസുകളിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങവെയാണ് കമറുദ്ദീന്റെ പ്രതികരണം ഇന്നുണ്ടായിരിക്കുന്നത്. അതേസമയം തന്നെ അറസ്റ്റ് ചെയ്യിപ്പിച്ചവർക്ക് കാലം മറുപടി നൽകുമെന്നാണ് അദ്ദേഹം ജയിലിന് പുറത്തെത്തിയ ശേഷം ഇന്ന് പ്രതികരിച്ചത്. ആ വാക്കുകൾ ആദ്യം കേൾക്കാം. ചരിത്ര മാപ്പ് നൽകില്ല, അവർ ഇതിന് കനത്ത വില നൽകേണ്ടി വരുമെന്ന് മാത്രമേ എനിക്ക് പറയാം. ഇതൊരു ഗൂഢാലോചനയാണ്, അത്രേ ഉള്ളൂ. അത് ആ കാര്യം, അതായത് രാഷ്ട്രീയക്കാർ എന്ന് പറഞ്ഞാൽ CHന്റെ ഭാഷയിൽ പറഞ്ഞാൽ തെങ്ങ് കയറ്റക്കാരെ പോലെ കയറാനും ഇറങ്ങാനും വിധിക്കപ്പെട്ടവരാണ്. അപ്പോൾ അതുകൊണ്ട് അത് ചിലപ്പോൾ പാർട്ടി പറഞ്ഞാൽ കയറും, ചിലപ്പോൾ ഇറങ്ങും. 3 മാസത്തിന് ശേഷമാണ് അദ്ദേഹം ജയിൽ മോചിതനാകുന്നത്. കണ്ണൂരിൽ നിന്ന് സന്തോഷ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സന്തോഷ്, 700-ലധികം ആളുകളിൽ നിന്നാണ് പണം തട്ടിച്ച് എന്ന പരാതി ഉണ്ടായിരുന്നത്. 124ഓളം കേസുകളുണ്ടായിരുന്നു. ഒടുവിൽ 150 കോടിയുടെ തട്ടിപ്പാണ്. ഒടുവിൽ അദ്ദേഹം 3 മാസത്തിന് ശേഷം ജയിലിന് പുറത്തിറങ്ങിയപ്പോൾ കേട്ട വാക്കുകൾ തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്നത്. അദ്ദേഹം പറയുന്നു കാലം മറുപടി നൽകുമെന്നാണ് പറയുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം സൂചിപ്പിച്ചത്? ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായോ? ജോർജറ്റ്, ഇന്ന് ജയിൽ മോചിതനായതിനു ശേഷം കണ്ണൂർ ജയിലിന് പുറത്ത് മാധ്യമപ്രവർത്തകരെ കണ്ട MC കമറുദ്ദീൻ പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പരാതിക്കാർക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ഗൂഢാലോചനയാണ്. പരാതിക്കാർ തനിക്കെതിരെ വൻ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്, അതിൽ നിരവധി പേർക്ക് പങ്കുണ്ട്, വൈകാതെ അക്കാര്യം വെളിപ്പെടുത്തുമെന്നാണ് MC കമറുദ്ദീൻ പറഞ്ഞത്. സ്വാഭാവികമായും മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യം സ്വന്തം പാർട്ടിയിലെയോ മുന്നണിയിലെയോ ആളുകൾക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ടോ എന്നതായിരുന്നു. അക്കാര്യത്തിലും പിന്നീട്
വെളിപ്പെടുത്തൽ നടത്താം എന്നാണ് MC കമറുദ്ദീൻ വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് പാർട്ടി അനുവദിക്കുകയാണെങ്കിൽ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യവും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. ഏതായാലും ഈ ഗൂഢാലോചന നടത്തിയവർക്ക് കാലം മറുപടി നൽകുമെന്നാണ് MC കമറുദ്ദീൻ വ്യക്തമാക്കിയിട്ടുള്ളത്. എല്ലാ കേസുകളിലും ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് 3 മാസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് MC കമറുദ്ദീൻ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഇന്ന് മോചിതനായത്. 148 വഞ്ചന കേസുകളിലാണ് കമറുദ്ദീനെ ജാമ്യം ലഭിച്ചത്. കേസ് നിലനിൽക്കുന്ന പോലീസ് സ്റ്റേഷൻ പരിധികളിൽ പ്രവേശിക്കരുത് എന്ന ഉപാധിയോടെയാണ് ജാമ്യം ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലം കൂടിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലത്തിലേക്കാണ് ഇപ്പോൾ മടങ്ങിപ്പോയിട്ടുള്ളത്. പയ്യന്നൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, അതോടൊപ്പം തന്നെ ചന്തേര പോലീസ് സ്റ്റേഷനിലും കണ്ണൂരിലും ഉൾപ്പെടെ അദ്ദേഹത്തിനെതിരെ കേസുകൾ നിലവിലുണ്ട്. ജോർജ്, അതായത് നിലപാടിൽ ഒരു മാറ്റവുമില്ല. തനിക്കെതിരെ നടന്നത് ഗൂഢാലോചനയാണ്. അതായത് പരാതിക്കാർ ഒത്തൊരുമിച്ച് ഗൂഢാലോചന നടത്തി. ഈ 700ഓളം ആളുകളാണ് ആകെയുള്ള പരാതിക്കാർ. അവരെല്ലാം കൂടി ഗൂഢാലോചന നടത്തിയെന്ന് പറയുമ്പോഴാണ് അതിൻ്റെ വസ്തുത എത്ര ഉണ്ട് എന്ന് സംശയം ഉയരുന്നത്. അതിനപ്പുറത്തേക്ക് എല്ലാ കാലത്തും ലീഗ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനം തന്നെയായിരുന്നു. പാർട്ടി പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു നിലയിലേക്കൊക്കെ പ്രതികരണം ഉണ്ടാകുമ്പോൾ കാര്യങ്ങൾ എങ്ങനെയാകും മുന്നോട്ട് പോവുക? ലീഗ് ഒരു സീറ്റ് ഇനി അദ്ദേഹത്തിന് നൽകാനുള്ള സാധ്യതകളുണ്ടോ? അദ്ദേഹം അങ്ങനെ ഒരു പ്രതീക്ഷയാണ് ഇന്ന് പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതിന് CH വാക്കുകൾ കടമെടുത്തുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ തെങ്ങ് കയറ്റം പോലെ കയറുകയും ഇറങ്ങുകയും ചെയ്യേണ്ടതാണ്. പാർട്ടി പറഞ്ഞാൽ വീണ്ടും കയറാൻ തയ്യാറാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ കാഞ്ഞങ്ങാട് കേന്ദ്രീകരിച്ചുകൊണ്ട് തനിക്കെതിരെ ഒരു ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. സ്വന്തം പാർട്ടിക്കാർ തന്നെ ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുണ്ട് എന്നുള്ള ഒരു സൂചന കൂടി അദ്ദേഹം നൽകിയിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു ചോദ്യം മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും വന്നപ്പോൾ അത് നിഷേധിക്കാൻ MC കമറുദ്ദീൻ തയ്യാറായിട്ടില്ല. പിന്നീട് വെളിപ്പെടുത്താം എന്ന് പറഞ്ഞ് അദ്ദേഹം മടങ്ങുകയാണ് ചെയ്തത്. ജോർജ്, അതിന് ഇനിയുള്ള നിയമ നടപടികൾ ഏത് നിലയിലാകും മുന്നോട്ട് പോവുക? അദ്ദേഹം എന്തായാലും 3 മാസത്തിന് ശേഷം എല്ലാ കേസിലും ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിരിക്കുന്നു. തുടർ നിയമ നടപടികൾ ഏത് വിധമാകും? അദ്ദേഹത്തിനെതിരെ 148 വഞ്ചന കേസുകളാണ് വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നിലവിലുള്ളത്. ഈ 148 കേസുകളിലും അദ്ദേഹത്തിന് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ചില ഉപാധികൾ, അതായത് കേസ് നിലനിൽക്കുന്ന പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കാൻ പാടില്ല എന്നതുൾപ്പെടെയുള്ള നിബന്ധനകളുടെ ഉപാധികളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചിട്ടുള്ളത്. ഇനി കേസ് തുടരും, വിചാരണയും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ തുടരും. ഏതായാലും ഈ കേസുകളിൽ വ്യക്തമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിന് തന്നെ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വിചാരണയിലേക്ക് കടക്കുമ്പോഴും MC കമറുദ്ദീന് വലിയ പ്രതിസന്ധി തന്നെയായിരിക്കും ഇക്കാര്യത്തിൽ നേരിടേണ്ടി വരിക. വ്യക്തമാണ്. കണ്ണൂരിൽ നിന്ന് സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. MC കമറുദ്ദീൻ MLAക്ക് 3 മാസത്തിന് ശേഷം ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പിൽ ജാമ്യം ലഭ്യമായിരിക്കുന്നു. 150 കോടിയുടെ തട്ടിപ്പായിരുന്നു. 148 കേസുകളിൽ ജാമ്യം ലഭ്യമായതിനു ശേഷമാണ് അദ്ദേഹത്തിന് ജയിലിന് പുറത്തിറങ്ങാൻ ആയത്. കാലം മറുപടി പറയും എന്നാണ് അദ്ദേഹം ജയിലിന് പുറത്തിറങ്ങിയ ശേഷം പ്രതികരിച്ചത്. മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ പദ്ധതികൾ ഈ സർക്കാരിൻ്റെ കാലത്ത് പൂർത്തിയായി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കരമന കളിയിക്കാവിള ദേശീയപാത നാടിന് സമർപ്പിച്ചുകൊണ്ട് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി സംസാരിക്കുകയായിരുന്നു. പശ്ചാത്തല സൗകര്യ വികസനത്തിന് സംസ്ഥാന സർക്കാർ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് എന്നാണ് ഈ ദേശീയപാത ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത്. കോവിഡ് പ്രതിസന്ധിയിലും കിഫ്ബി വഴി വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചെന്നും അദ്ദേഹം ഇന്ന് സൂചിപ്പിച്ചു. 112 കോടി രൂപ ചെലവിട്ടാണ് കരമന കളിയിക്കാവിള ദേശീയപാതയുടെ 2ാം റീച്ച് ഇന്ന് പൂർത്തിയാക്കിയത്. 5 കിലോമീറ്റർ 4 പാതയായി വികസിപ്പിക്കുകയായിരുന്നു. കരമന മുതൽ പ്രാവച്ചമ്പലം വരെ 1ാം റീച്ചിൻ്റെ പ്രവർത്തനം നേരത്തെ പൂർത്തിയായതാണ്. 2ാം ഘട്ടമാണ് കൊടിനട. പ്രാവച്ചമ്പലം മുതൽ കൊടിനട വരെ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. 4 പാത പൂർത്തിയായിരിക്കുന്നു. ഇനി 17.5 കിലോമീറ്റർ കൂടിയാണ് കളിയിക്കാവിള വരെ പൂർത്തിയാകാനുള്ളത്. 3ാം ഘട്ട പ്രവർത്തനങ്ങൾ അത് മുന്നോട്ട് പോവുകയാണ്. സ്ഥലം ഏറ്റെടുപ്പ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് മുന്നോട്ട് പോകുന്നു എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് സൂചിപ്പിക്കുകയും ചെയ്തത്. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേൾക്കാം. 112 കോടി രൂപ ചെലവിട്ടാണ് കരമന കളിയിക്കാവിള ദേശീയപാതയുടെ 2ാം ഘട്ടം പൂർത്തിയാക്കിയത്. കിഫ്ബിയുടെ സഹായത്തോടെയാണ് പദ്ധതിക്ക് ആവശ്യമായ തുക കണ്ടെത്തിയത്. ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ പല വികസന പദ്ധതികളും ഈ സർക്കാരിന്റെ കാലത്ത് പൂർത്തിയായെന്നും പശ്ചാത്തല സൗകര്യ വികസനത്തിന് വലിയ പ്രാധാന്യമാണ് സംസ്ഥാന സർക്കാർ നൽകുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ഈ പാതയുടെ നിർമ്മാണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, പശ്ചാത്തല സൗകര്യ വികസനത്തിന്റെ മേഖലയിലാകെ വലിയ തോതിലുള്ള ഇടപെടലാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. നടക്കില്ല എന്ന് കരുതിയത്
ഉപേക്ഷിച്ചു എന്ന് കരുതിയ പദ്ധതികളടക്കം ഇപ്പോൾ യാഥാർത്ഥ്യമാവുകയാണ്. വികസന പ്രവർത്തനത്തിൽ യാതൊരു തരത്തിലുള്ള വിവേചനവും കാണിച്ചിട്ടില്ല. ക്രിമിനൽ മാഫിയ സംഘത്തെ പോലെ പെരുമാറുന്ന ഒരു സംഘം പാലാരിവട്ടം പാലം പൊളിക്കുന്നതിനെതിരെ കോടതിയെ സമീപിച്ചു. ഇല്ലെങ്കിൽ പാലത്തിന്റെ നിർമ്മാണം ഇതിനോടകം തന്നെ പൂർത്തിയായേനെ എന്നും മന്ത്രി ജി സുധാകരൻ വ്യക്തമാക്കി. ഒരു കൂട്ടം സ്വാർത്ഥ താല്പര്യമുള്ള എറണാകുളത്തെ ഒരു ക്രിമിനൽ പ്രൊഫഷണൽ മാഫിയ ഞാൻ വിളിക്കുന്നത് എല്ലാത്തിനും തടസ്സമാണ്. അവരെ ഹൈക്കോടതി പോയി കേസ് കൊടുത്തു, ഇത് പൊളിച്ചു പണിയാൻ പാടില്ല, ഭാരപരിശോധന നടത്തി വണ്ടിയെല്ലാം ഓടിക്കണം എന്ന് പറഞ്ഞ് അവർ കേസ് കൊടുത്തു. അവിടെ ഭാരപരിശോധന നടത്തിയാൽ പാലം താഴെ പോകും. അതാണ് ഈ ശ്രീധരന്റെ റിപ്പോർട്ട്. തിരുവനന്തപുരം പ്രാവച്ചമ്പലത്തു നിന്നും ബാലരാമപുരം കൊടിനട വരെയുള്ള 6 കിലോമീറ്റർ ദൂരമാണ് രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി പൂർത്തിയാക്കിയത്. വീൽ ചെയറിൽ സഞ്ചരിക്കുന്നവർക്കും കാഴ്ച വെല്ലുവിളി നേരിടുന്നവർക്കും സഞ്ചരിക്കുന്നതിനാവശ്യമായ സൗകര്യവും പാതയിൽ ഒരുക്കിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. എന്തായാലും ഈ ദേശീയപാതയിൽ ബാലരാമപുരം വരെ, തിരുവനന്തപുരം മുതൽ ബാലരാമപുരം വരെ ഉണ്ടായിരുന്നൊരു യാത്രാ ക്ലേശത്തിന് കൂടി പരിഹാരമാകുകയാണ് ഈ പദ്ധതി നാടിന് സമർപ്പിച്ചതുകൊണ്ട് അതിൻ്റെ 3ാം ഘട്ടം, അവസാന ഘട്ടം കളിയിക്കാവിള വരെയുള്ള 17.5 കിലോമീറ്ററാണ് ഇനി പൂർത്തിയാകാനുള്ളത്. സർക്കാർ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. 1500 കോടി രൂപയെങ്കിലും ഇനിയും സ്ഥലം ഏറ്റെടുപ്പ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിവരുമെന്നാണ് മന്ത്രി ജി സുധാകരൻ ഉദ്ഘാടന വേളയിൽ സൂചിപ്പിക്കുകയും ചെയ്തത്. എന്തായാലും പാലാരിവട്ടവുമായി ഈ കളിയിക്കാവിള ദേശീയപാതയിൽ നിൽക്കുമ്പോൾ ഇന്നത്തെ മറ്റൊരു പ്രധാന വാർത്ത വരുന്നത് UDF ഭരണകാലത്തെ ഒരു പാലം കൂടി തകർന്നു എന്നാണ്. പാലാരിവട്ടത്തിന് പിന്നാലെ UDF കാലത്ത് നിർമ്മിച്ച പാപ്പിനിശ്ശേരി പാലത്തിലും അഴിമതി നടന്നു എന്നാണ് കണ്ടെത്തലുകൾ ഉള്ളത്. കണ്ണൂർ പാപ്പിനിശ്ശേരി റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിൽ ക്രമക്കേട് നടന്നതായി വിജിലൻസ് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തുകയായിരുന്നു. പാലാരിവട്ടം പാലം നിർമ്മിച്ച RDS പ്രൊജക്റ്റ് തന്നെയാണ് പാപ്പിനിശ്ശേരി പാലവും നിർമ്മിച്ചത് എന്നതും പ്രത്യേകത തന്നെയാണ്, ഓർക്കേണ്ടതാണ്. എന്തായാലും പാപ്പിനിശ്ശേരി പാലവും തകർന്നു എന്ന വാർത്തകൾ വരുന്നു. റിപ്പോർട്ടുണ്ട്, കാണാം. 22 കോടി രൂപ ചിലവഴിച്ചാണ് കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് പാപ്പിനിശ്ശേരി റെയിൽവേ മേൽപ്പാലം നിർമ്മിച്ചത്. പാലം തുറന്നുകൊടുത്ത് 1 വർഷം പൂർത്തിയാകുന്നതിനിടെ തന്നെ പാലത്തിൽ വിള്ളൽ രൂപപ്പെട്ടു. നിർമ്മാണത്തിന് ഉപയോഗിച്ച കമ്പികൾ പുറത്തുവന്ന നിലയിലായിരുന്നു. പിന്നാലെ നിർമ്മാണത്തിൽ ക്രമക്കേട് ആരോപിച്ച് പ്രദേശവാസികൾ തന്നെ രംഗത്തെത്തി. ഇതിനെ തുടർന്നാണ് വിജിലൻസ് പരിശോധന നടത്തിയത്. വിജിലൻസ് കണ്ണൂർ DYSP ബാബു പെരിങ്ങത്തിന്റെ നേതൃത്വത്തിൽ വിജിലൻസ് എഞ്ചിനീയറിംഗ് വിഭാഗവും PWD എഞ്ചിനീയറിംഗ് വിഭാഗവും കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് വകുപ്പ് മേധാവിയും ഉൾപ്പെട്ട സംഘമാണ് പരിശോധന നടത്തിയത്. പ്രാഥമിക പരിശോധനയിൽ പാലത്തിന് ബലക്ഷയം ഉണ്ടെന്ന് കണ്ടെത്തി. സാങ്കേതിക പരിശോധനാ ഫലം ലഭിച്ചതിന് ശേഷം വിജിലൻസ് തുടർ നടപടികൾ സ്വീകരിക്കും. UDF സർക്കാരിന്റെ മറ്റൊരു അഴിമതി കൂടിയാണ് പുറത്തുവരുന്നത്. പാലാരിവട്ടത്തിന് പിന്നാലെ മുൻ മന്ത്രി ഇബ്രാഹിം കുഞ്ഞും മുൻ UDF സർക്കാരും വീണ്ടും പ്രതിക്കൂട്ടിലാവുകയാണ്. പാപ്പിനിശ്ശേരിയിൽ നിന്നും ജയൻ കല്യാശ്ശേരിക്കൊപ്പം M സന്തോഷ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ശബരിമല വിഷയം മുൻനിർത്തി വർഗീയത ഉണ്ടാക്കി ഭൂരിപക്ഷ സമുദായത്തെ വിഭജിക്കാനുള്ള ശ്രമങ്ങൾ ഒക്കെയാണ് BJPയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വരികയും ചെയ്തിരുന്നു. അത്തരം ചർച്ചകൾ മുന്നോട്ട് പോകുമ്പോഴാണ് മുതിർന്ന BJP നേതാവ് O രാജഗോപാലിൻ്റെ പ്രതികരണം ഇന്ന് വന്നിട്ടുള്ളത്. എന്തായാലും ജനാധിപത്യ രാജ്യം കേൾക്കാൻ കൊതിക്കുന്ന വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. ശബരിമല അല്ല ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രധാന വിഷയമാകേണ്ടത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രധാന ചർച്ചയാകേണ്ടത് വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്നാണ് O രാജഗോപാലിൻ്റെ പ്രതികരണം ഉണ്ടായിരിക്കും. എന്തായാലും BJPയെ പ്രതിസന്ധിയിലാക്കുന്ന പ്രസ്താവന തന്നെയാണ്. ഇക്കാര്യത്തിൽ O രാജഗോപാലിനോടുള്ള സമീപനം എന്താകും BJP വരും ദിവസങ്ങളിൽ സ്വീകരിക്കുക എന്നത് കണ്ടറിയേണ്ടത് തന്നെയാണ്. കൈരളിക്ക് നൽകിയ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖത്തിലാണ് O രാജഗോപാലിൻ്റെ പ്രതികരണം എന്നത് നിർണായകവുമാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം NSSൻ്റെ ഭാഗത്തുനിന്ന് UDFനെതിരെ വിമർശനമുണ്ടായിരുന്നു. UDFന് ശബരിമല വിഷയത്തിൽ ആത്മാർത്ഥതയില്ല എന്ന NSS അധ്യക്ഷൻ G സുകുമാരൻ നായരുടെ വാക്കുകൾ പിന്തുണ നൽകുന്ന രീതിയിൽ തന്നെയാണ് O രാജഗോപാൽ ഇന്ന് സംസാരിച്ചത്. UDFന് ശബരിമല എന്നത് സർക്കാരിനെതിരായ ഒരു വടി മാത്രമാണ് എന്നാണ് അദ്ദേഹം ഇന്ന് കൈരളിക്ക് നൽകിയ അഭിമുഖത്തിൽ അഭിപ്രായപ്പെട്ടത്. ശബരിമലയിലെ UDF നിലപാടിൽ ആത്മാർത്ഥതയില്ല എന്ന NSSൻ്റെ നിലപാടിനെ രാജഗോപാൽ പിന്തുണയ്ക്കുക കൂടി ചെയ്തിട്ടുണ്ട്. വിശദമായ റിപ്പോർട്ട് കാണാം. കൈരളി ന്യൂസിന്റെ പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടിയായ 10-10 ന്യൂസ് ഡയറക്ടർ NP ചന്ദ്രശേഖരന് നൽകിയ അഭിമുഖത്തിലാണ് O രാജഗോപാൽ ശബരിമല വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയത്. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കുന്നത് ശരിയല്ല. വിശ്വാസവും മതവും രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതും ശരിയല്ല. തെരഞ്ഞെടുപ്പിൽ വിഷയമാകേണ്ടത് വികസന നയമാണെന്നും O രാജഗോപാൽ പറഞ്ഞു. അല്ല, തീർച്ചയായിട്ടും ഈ വിശ്വാസവും മതവും ഒക്കെ തന്നെ രാഷ്ട്രീയത്തിൽ വരാൻ പാടില്ല. രാഷ്ട്രീയത്തിൽ ഇലക്ഷനിൽ ഈ ജനങ്ങളുടെ സമഗ്രമായിട്ട് വികസനം ഉണ്ടാക്കാൻ അവർക്ക് കഴിയുമോ, അതിനുള്ള പോളിസീസ് അവർക്കുണ്ടോ,
ഇതായിരിക്കണം പ്രധാനപ്പെട്ട കാര്യം. ശബരിമല വിഷയം വിശ്വാസികളുടെ പ്രശ്നമാണ്, അത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുകയാണ് വേണ്ടതെന്നും രാജഗോപാൽ പറഞ്ഞു. അപ്പോൾ ആ കാര്യത്തിലൊരു കടും ഒരു നിലപാട് എടുക്കാൻ പാടില്ല പൊളിറ്റിക്കൽ പാർട്ടീസ്. അത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുക നല്ലത്. കോൺഗ്രസ് ശബരിമല വിഷയം സർക്കാരിനെ അടിക്കാനുള്ള വടിയാക്കുകയാണ്. ബില്ല് കൊണ്ടുവരും മുമ്പ് ശബരിമല വിഷയത്തിൽ നയം വ്യക്തമാക്കുകയാണ് കോൺഗ്രസ് ചെയ്യേണ്ടതെന്നും ഒ രാജഗോപാൽ പറഞ്ഞു. അങ്ങനത്തെ സമീപനം ഇല്ല. ഇപ്പം പിന്നെ പറയേണ്ടത് ഈ ഗവൺമെൻറ്റിനെ എതിർക്കാനുള്ള ഒരു വടിയായി എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. എക്കാലവും കോൺഗ്രസിനോട് അടുത്തു നിന്നിരുന്ന സംഘടനയാണ് NSS. അവർക്ക് പോലും ശബരിമല വിഷയത്തിലെ കോൺഗ്രസ് നിലപാടിനെ അനുകൂലിക്കാൻ കഴിയുന്നില്ലെന്നും ഒ രാജഗോപാൽ പറഞ്ഞു. കോൺഗ്രസിനോട് ഒരു സാധാരണ നിലയ്ക്ക് ഒരു സഹതാപമുള്ളതായ ആളാണ് സുകുമാരൻ നായർ, NSSന്റെ നേതൃത്വം. ഇപ്പോൾ അവർക്ക് പോലും ആ സഹതാപവും അനുകൂല നിലപാട് പറയാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഉണ്ടായിട്ടുള്ളത്. അത് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നതുകൊണ്ടാണ്. അത് അവരുടെ പരാജയമല്ലേ. പൊളിറ്റിക്കൽ ഡെസ്ക്, കൈരളി ന്യൂസ്. UDFന്റെ ആത്മാർത്ഥതയെപ്പറ്റി NSS കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതിനെ പിന്തുണച്ചുകൊണ്ട് ഒ രാജഗോപാൽ ഇന്ന് രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നു. എന്തായാലും UDFന്റെ നയങ്ങൾ അത് കേരളത്തിൽ വലിയ ചർച്ച ആകുകയും ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മുല്ലപ്പള്ളി പറഞ്ഞൊരു പ്രസ്താവന കൂടി ഇന്നത്തെ രാഷ്ട്രീയ കേരളത്തിൽ പ്രധാനമാണ്. UDF അധികാരത്തിലെത്തിയാൽ കേരള ബാങ്ക് പിരിച്ചുവിടുമെന്നാണ് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞത്. സർക്കാർ പിൻവാതിൽ നിയമനം നടത്തുന്നുവെന്നാരോപിച്ച് മുല്ലപ്പള്ളി കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നടന്ന അനധികൃത നിയമനങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ തനിക്ക് അറിയില്ലെന്നും ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു. അതിനപ്പുറം 2020യുമായി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കൂട്ടുകെട്ട് ഉണ്ടോ എന്ന ചോദ്യത്തിനും വ്യക്തമായ ഉത്തരം നൽകാൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുനിഞ്ഞില്ല. പകരം അധികാരത്തിലെത്തിയാൽ കേരള ബാങ്ക് പിരിച്ചുവിടുമെന്നുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് പ്രധാനമായും ഉണ്ടായത്. കേൾക്കാം. ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. വന്നാൽ ഈ കേരള ബാങ്ക് പിരിച്ചുവിടും. അത് അനധികൃതമാണ്. കഴിഞ്ഞ കാലത്ത് അങ്ങനെ വല്ല കൊച്ചു വീഴ്ചകളുണ്ടെങ്കിലും ആ വീഴ്ചകൾ പരിഹരിക്കാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധമായ ഒരു ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്. സത്യസന്ധമായി കാര്യങ്ങൾ നടത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അധികാരത്തിൽ വന്നത്. സുതാര്യമായ ഗവൺമെൻറ് എന്നാണ് വന്നത്. എന്നാൽ ഒന്നും സുതാര്യമല്ല. ആകെ സുതാര്യമായിട്ടുള്ളത് പുറംവാതിൽ നിയമനം മാത്രമാണ്. NCP LDF വിടുമോ ഇല്ലയോ എന്ന ചർച്ചകളൊക്കെ കേരള രാഷ്ട്രീയത്തിൽ സജീവമാണ്. NCP നേതാക്കളുടെ പ്രതികരണം കൂടി ഇന്ന് വന്നിട്ടുണ്ട്. LDF വിടുമെന്ന് താൻ പറഞ്ഞിട്ടില്ല എന്നും പാലായിൽ മത്സരിക്കുമെന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളതുമെന്നാണ് മാണി സി കാപ്പൻ ഇന്ന് വ്യക്തമാക്കിയത്. അതേസമയം ശരത് പവാറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇക്കാര്യം നിലപാട് മാണി സി കാപ്പൻ വ്യക്തമാക്കുകയും ചെയ്തത്. നാളെ പ്രഫുൽ പട്ടേലുമായി ചർച്ച നടത്തിയ ശേഷം അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. എന്തായാലും LDF വിടുന്നതിനെക്കുറിച്ച് NCPയുടെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾ ചർച്ച നടത്തിയിട്ടില്ല എന്ന് മന്ത്രി AK ശശീന്ദ്രനും ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. നടത്തിയ കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയ സാഹചര്യവും പാലാ സീറ്റ് സംബന്ധിച്ചുമാണ് ചർച്ച നടന്നത്. ചർച്ചയ്ക്ക് ശേഷവും പാലാ സീറ്റിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊണ്ടില്ല. നാളെ പ്രഫുൽ പട്ടേലും കൂടി പങ്കെടുക്കുന്ന ചർച്ചയ്ക്ക് ശേഷമാകും അന്തിമ തീരുമാനം കൈക്കൊള്ളുക. പാലാ സീറ്റിൽ മത്സരിക്കുമെന്ന നിലപാടിലാണ് മാണി സി കാപ്പൻ. എന്നാൽ LDF മുന്നണി വിടുമെന്ന് താൻ ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്നും മാണി സി കാപ്പൻ വ്യക്തമാക്കി. പാലാ മത്സരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മത്സരിച്ചിരിക്കും. കേരളത്തിലെ ചാർജുള്ള സെക്രട്ടറി പ്രഫുൽ പട്ടേലാണ്. അദ്ദേഹമാണ് ഇതിനകത്ത് ആദ്യം പോലെ ഇടപെട്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം കൂടെ വന്ന ശേഷം ഒന്നിച്ചിരുന്ന് സംസാരിച്ച് നമുക്ക് തീർക്കാവുന്നതാണ്. അതേസമയം LDF വിടുന്നതിനെക്കുറിച്ച് NCPയുടെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾ ചർച്ച നടത്തിയിട്ടില്ലെന്ന് മന്ത്രി AK ശശീന്ദ്രനും വ്യക്തമാക്കി. ചർച്ച പോലും നടക്കാത്ത കാര്യങ്ങളിൽ പരക്കുന്ന അഭ്യൂഹങ്ങളുടെ പിന്നാലെ പോകേണ്ടതില്ലെന്നും അഭ്യൂഹങ്ങൾ പരക്കുന്ന കാര്യം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചുവെന്നും AK ശശീന്ദ്രനും പ്രതികരിച്ചു. പ്രതിപക്ഷ ജനാധിപത്യ മുന്നണിയുമായുള്ള ബന്ധം വിച്ഛേദിക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യവും കേരളത്തിലോ ദേശീയതലത്തിലോ ഇല്ല. അതുകൊണ്ട് തന്നെ അത്തരം ചർച്ചകൾ ഞങ്ങൾ നടത്തിയിട്ടില്ല. അതുകൊണ്ട് ഉണ്ടാകുമെന്നും ഞാനിപ്പോൾ LDF ആണല്ലോ, LDFിൻ്റെ പ്രതിനിധിയായി കേരള മന്ത്രിസഭയിലെ ഒരു അംഗമാണ്. അപ്പോൾ ഞാൻ ഉണ്ടാവുകയില്ല എന്ന വർത്തമാനത്തിന് എന്താ പ്രസക്തി? ഒരു പ്രസക്തിയുമില്ല. സീറ്റുകൾ സംബന്ധിച്ച് പ്രഫുൽ പട്ടേൽ ഇതിനോടകം മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ മുന്നണി വിടേണ്ടെന്ന് തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിന്റെയും നിലപാട്. മലപ്പുറം ബ്യൂറോയ്ക്കൊപ്പം കൈരളി ന്യൂസ്, ദില്ലി. NCP നേതാക്കളുടെ പ്രതികരണമാണ് കേട്ടത്. അതേസമയം പാലായിലേത് ഒരു വ്യക്തിയുടെ വിജയമല്ല, പാലായിൽ നേടിയത് ഇടതു മുന്നണിയുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയമാണെന്നാണ് CPIM കോട്ടയം ജില്ലാ സെക്രട്ടറി VN വാസവന്റെ പ്രതികരണം. മുഖ്യമന്ത്രി അടക്കം നേതാക്കൾ പാലാ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു. സർക്കാരിന്റെ പ്രവർത്തനം ഉൾപ്പെടെ പാലായിലെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിലയിരുത്തി എന്നാണ് VN വാസവൻ പറഞ്ഞത്.
പാലാ വിഷയത്തിൽ ഇടതുമുന്നണിയിൽ ഒരാശയക്കുഴപ്പവും ഇതുവരെയില്ലെന്ന് CPIM കോട്ടയം ജില്ലാ സെക്രട്ടറി VN വാസവൻ പറഞ്ഞു. പാലയിൽ ജയിക്കാൻ കഴിയുന്നത് ഇടതുമുന്നണിക്ക് മാത്രമായിരിക്കും. ഇടതുമുന്നണിയുടെ കൂട്ടായ പ്രവർത്തനമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിളക്കമാർന്ന വിജയത്തിന് കാരണം. പാലാ ഉപതെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രഭാവം കൊണ്ടല്ല വിജയിച്ചത്. മുഖ്യമന്ത്രിയടക്കം പ്രമുഖ നേതാക്കൾ പാലാ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചതും സർക്കാരിന്റെ ക്ഷേമപ്രവർത്തനത്തിനുള്ള അംഗീകാരമായിരുന്നു വിജയമെന്നും വാസവൻ പറഞ്ഞു. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് നടത്തിയ ഒട്ടനവധി പ്രവർത്തനങ്ങളുണ്ട്. അങ്ങനെ ഏതാണ്ട് ഒരു മാസക്കാലത്തിലേറെ ഞങ്ങളെല്ലാം അവിടെ കേന്ദ്രീകരിച്ച് നിന്ന് നടത്തിയ ചിട്ടയാർന്ന ഒരു പ്രവർത്തനത്തിൻ്റെ നെറ്റ് റിസൾട്ട് കൂടിയാണ് അവിടെ ബൈ ഇലക്ഷനിൽ ജയിക്കാനിട വന്നത്. അതിൽ ഒന്നാം സ്ഥാനം തിളക്കമാർന്ന രാഷ്ട്രീയ നയം, 2 ഇടതുപക്ഷ ജനാധിപത്യത്തിനുവേണ്ടി ഗവൺമെൻറ് വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം, 3 ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള ചിട്ടയാർന്ന പ്രവർത്തനം, അതോടൊപ്പം തന്നെ ഈ രംഗത്ത് അന്നത്തെ UDF-നെതിരായി വന്നിട്ടുള്ള വികാരങ്ങൾ, ഇതെല്ലാം ചേർത്ത് വന്നിട്ടുള്ള വിജയമാണ്. പാലയിൽ വ്യക്തിബന്ധങ്ങൾ കൊണ്ട് വിജയിച്ചതാണെങ്കിൽ കഴിഞ്ഞ 3 തവണ എങ്ങനെ തോറ്റുപോയി എന്ന് ചിന്തിക്കണമെന്നും വാസവൻ പറഞ്ഞു. ഇതിനു മുമ്പ് മാണി സി കാപ്പൻ 3 പ്രാവശ്യം അവിടെ UDF-നെതിരായി മാണി സാറിനെതിരായി മത്സരിച്ച് ഒരു പ്രാവശ്യവും ജയിച്ചില്ലല്ലോ. ഈ പ്രാവശ്യം ജയിക്കാൻ ഇടവന്നത് സംസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ നേതൃത്വം ആകെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതിയൂടെ വന്നു. മറ്റ് ഗവൺമെൻറ് നേട്ടങ്ങളോടൊപ്പം തന്നെ തിളക്കമാർന്ന രാഷ്ട്രീയ നയങ്ങളോടൊപ്പം തന്നെ അതെല്ലാം കൂടി ചേർന്നപ്പോഴാണ് വിജയത്തിൻ്റെ അടിസ്ഥാനമുണ്ടായത്. അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തി താല്പര്യമോ വ്യക്തിപ്രഭാവത്തിൻ്റെ പ്രശ്നം അവിടെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. നിലവിൽ പാലാ സീറ്റ് സംബന്ധിച്ച ചർച്ചകൾ LDF-ൽ നടന്നിട്ടില്ല. സീറ്റ് ഏതെങ്കിലും കക്ഷികൾക്ക് നൽകുമെന്ന വാഗ്ദാനവും ഉണ്ടായിട്ടില്ല. LDF സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്ത് ഇതിൽ തീരുമാനമെടുക്കുമെന്നും VN വാസവൻ വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. മറ്റു ചില വാർത്തകളിലേക്ക്. KV തോമസിന്റെ സമ്മർദ്ദത്തിന് മുന്നിൽ മുട്ടുമടക്കി ഹൈക്കമാൻഡ്. KV തോമസിനെ KPCC വർക്കിംഗ് പ്രസിഡന്റായി ഹൈക്കമാൻഡ് നിയമിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ഇല്ലാത്തതിനെ തുടർന്നാണ് ഈ നീക്കമുണ്ടായത്. അതേസമയം KV തോമസിന് മുന്നിൽ ഹൈക്കമാൻഡ് മുട്ടുമടക്കിയതോടെ കൂടുതൽ പദവി മോഹികൾ രംഗത്തെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കില്ലെന്ന് ഉറപ്പായതോടെയായിരുന്നു പദവി ലഭിച്ചില്ലെങ്കിൽ പാർട്ടി വിടുവെന്ന സമ്മർദ്ദതന്ത്രവുമായി KV തോമസ് രംഗത്തെത്തിയിരുന്നത്. കേരളത്തിൽ എത്തിയ അശോക് ഗെഹ്ലോട്ട്, KC വേണുഗോപാൽ എന്നിവരോടും KV തോമസ് ഇക്കാര്യം അവതരിപ്പിക്കുകയും വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം വേണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. ഒടുവിൽ KV തോമസിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് നിയമനം. നിലവിൽ കൊടിക്കുന്നിൽ സുരേഷ്, K സുധാകരൻ എന്നിവർ വർക്കിംഗ് പ്രസിഡന്റുമാരാണ്. ഇവർക്ക് പുറമെയാണ് KV തോമസിനെയും വർക്കിംഗ് പ്രസിഡന്റ് ആക്കുന്നതും. സീറ്റ് ഇല്ലാത്തതിനാൽ പാർട്ടി പദവി എന്ന സമവാക്യമാണ് ഇതിന് പിന്നിൽ ഹൈക്കമാൻഡ് മുന്നോട്ട് വയ്ക്കുന്നത്. KV തോമസിന് മുന്നിൽ ഹൈക്കമാൻഡിന് അടിയറവ് പറയേണ്ടി വന്നതോടെ സീറ്റ് ലഭിക്കാൻ സാധ്യതയില്ലാത്ത പലരും പാർട്ടി പദവികൾക്കായി രംഗത്തുവരാൻ തുടങ്ങിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ സീറ്റ് ചർച്ചയുമായി മുന്നോട്ടു പോകുമ്പോൾ കോൺഗ്രസിന് വലിയ തലവേദനയാകും പദവി മോഹികൾ. കൈരളി ന്യൂസ്, ദില്ലി. കേരളത്തിലെ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ആന്ധ്രാപ്രദേശിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കനത്ത തോൽവി എന്നതും ഇന്നത്തെ വാർത്തയാണ്. അതായത് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലാണ് അവിടെ ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസ് മത്സരത്തിന് ഇറങ്ങിയത്. അവിടെ കോൺഗ്രസ് തകർന്നടിഞ്ഞു എന്ന വാർത്തകൾ വരുന്നു. ആദ്യഘട്ട ഫലപ്രഖ്യാപനം വന്നപ്പോൾ YSR കോൺഗ്രസിനാണ് വിജയം നേടാനായത്. വൻ ഭൂരിപക്ഷത്തോടെ YSR കോൺഗ്രസ് മുന്നിൽ നിൽക്കുന്നു എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. രാജ്യം തീരെഴുതി കൊടുക്കുന്നതിൻ്റെ പുതിയ പേരാണ് ആത്മനിർഭർ എന്ന് AM ആരിഫ് MP. വായുവും വെള്ളവും ഭൂമിയും ഒരു വിവേചനവുമില്ലാതെ വിറ്റ് തുലയ്ക്കുകയാണ് കേന്ദ്രമെന്നും അദ്ദേഹം പറയുന്നു. നിർമ്മലാ സീതാരാമൻ കേന്ദ്ര ധനകാര്യമന്ത്രിയായല്ല, കോർപ്പറേറ്റുകളുടെ CEO ആയിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നും AM ആരിഫ് MP പറയുന്നു. ലോക്സഭയിലെ ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടായിരുന്നു MP-യുടെ പ്രതികരണം. So I am really disappointed to participate in the discussion of the budget. At the outset, I am calling this budget as the advertisement of the disinvestment, not a budget. Every now and then, how can we become self-reliant by selling the common assets of the country with the kind of policies adopted by this government? Only the corporates will become Atmanirbhar. Now they have a nickname for the corporates loot, Atmanirbhar. It is shame that our finance minister is acting as the CEO of the corporate-oriented government.
PSCയും നിയമനവും ഉദ്യോഗാർത്ഥി സമരവുമൊക്കെ ഈ ദിവസങ്ങളിലെ ചൂടുള്ള വാർത്തകൾ തന്നെയാണ്. അതിനൊപ്പമാണ് ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നില്ല എന്നത് വ്യാപക പ്രചരണം. അത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഉദ്യോഗാർത്ഥികളെ തെറ്റിദ്ധരിപ്പിച്ച് സമരത്തിലേക്ക് തള്ളിവിട്ട പ്രതിപക്ഷം നിയമന വിഷയങ്ങളിലെ യാഥാർത്ഥ്യങ്ങൾ മറച്ചുവെക്കുന്നുവെന്നാണ് ആരോപണം. വസ്തുതയിലേക്ക്. PSC നിയമനം സംബന്ധിച്ച് പ്രതിപക്ഷം ഉയർത്തുന്ന വിവാദങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ എന്തെന്ന് പരിശോധിക്കുകയാണ് കൈരളി ന്യൂസ്. നിയമനങ്ങൾ നടക്കുന്നില്ല എന്ന് ആക്ഷേപമുള്ള ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിൽ സംഭവിക്കുന്നതെന്ത്? മുൻപ് ഈ തസ്തികയിലേക്ക് ഏതു ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും പരീക്ഷ എഴുതാൻ കഴിയുമായിരുന്നു. ഉയർന്ന യോഗ്യതയുള്ളവർ റാങ്ക് ലിസ്റ്റിൽ ആദ്യ സ്ഥാനങ്ങളിൽ ഇടം പിടിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെയുള്ളവർ സർവീസിൽ പ്രവേശിക്കുകയും മുന്തിയ ജോലി ലഭിക്കുമ്പോൾ രാജിവെച്ചും വിടുതൽ വാങ്ങിയും പുതിയ ജോലിയിലേക്ക് മാറുകയും ചെയ്യും. ഈ ഒഴിവിലേക്ക് റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ളവരെ പിന്നീട് PSC വീണ്ടും നിയമിക്കും. ഉദാഹരണത്തിന് തിരുവനന്തപുരം ജില്ലയിൽ ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിലേക്ക് 1594 നിയമനങ്ങൾ നടത്തിയപ്പോൾ 495 എണ്ണം മുകളിൽ പറഞ്ഞ പ്രകാരമുള്ള നിയമനങ്ങളായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ നിയമിച്ചതിൽ 31% ഇത്തരത്തിൽ. എന്നാൽ 2017 നടന്ന ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയ്ക്ക് ഉയർന്ന യോഗ്യതയുള്ളവരെ ഒഴിവാക്കിയാണ് പരീക്ഷ നടത്തിയത്. മുകളിൽ പറഞ്ഞ രീതിയിലുള്ള നിയമനത്തിന്റെ തോത് ഇതോടെ കുറയുകയും ചെയ്തു. കേവലം 15.96% ഇത് ചുരുങ്ങി. കൂടാതെ സെക്രട്ടേറിയറ്റ്, PSC, ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വകുപ്പ്, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് എന്നീ വകുപ്പുകളിലേക്ക് ഈ ലിസ്റ്റിൽ നിന്നും ഇപ്പോൾ നിയമനം നടത്തുന്നില്ല. ഇവിടെ സെക്രട്ടേറിയറ്റ് സബോർഡിനേറ്റ് സർവീസിൽ നിന്നാണ് നിയമനങ്ങൾ നടത്തുന്നത്. ഇതാണ് ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിലെ നിയമനം കുറയാനുള്ള യഥാർത്ഥ കാരണം. ഈ പോസ്റ്റിലേക്ക് താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുമാകില്ല. നിലവിലെ ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് ലിസ്റ്റിന് 2021 ഓഗസ്റ്റ് 4 വരെ കാലാവധിയുണ്ട്. 2021 ജൂലൈ 31 വരെ ഉണ്ടാകുന്ന ജീവനക്കാരുടെ വിരമിക്കുന്ന ഒഴിവിലേക്ക് നിലവിലെ റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് നിയമനം ലഭിക്കും. വസ്തുതകൾ ഇതാണെന്നിരിക്കെയാണ് പ്രതിപക്ഷം വിഷയം രാഷ്ട്രീയ താൽപര്യത്തിനായി ഉപയോഗിക്കുന്നത്. ഒപ്പം തെറ്റിദ്ധരിപ്പിച്ച് ഉദ്യോഗാർത്ഥികളെയും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ഈ പ്രതിപക്ഷം കേന്ദ്ര സർക്കാരിനേക്കാൾ നിയമനങ്ങൾ നടത്തുന്നത് സംസ്ഥാന സർക്കാരാണെന്ന് കണക്കുകൾ കൂടി സൂചിപ്പിക്കുന്നുണ്ട്. പ്രതിവർഷം സംസ്ഥാനത്ത് 27,000 നിയമനങ്ങൾ നടക്കുന്ന ഒരു ഘട്ടത്തിൽ 2020-21 കേന്ദ്ര സർക്കാർ നടത്തിയത് 19,798 നിയമനങ്ങൾ മാത്രമാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ലോക്സഭയിൽ AM ആരിഫ് MPയുടെ ചോദ്യത്തിനാണ് കേന്ദ്ര സർക്കാർ ഈ മറുപടിയും നൽകിയത്. കേന്ദ്രത്തിൻ്റെ നിയമന നിരോധനം മറച്ചുവെച്ചാണ് ഉദ്യോഗാർത്ഥികളെ സംസ്ഥാന സർക്കാരിനെതിരെ തിരിച്ചുവിടാനുള്ള കോൺഗ്രസ് BJP നീക്കങ്ങളെന്ന് ഇതോടുകൂടി വ്യക്തമാകുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഈ സർക്കാരിൻ്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടന്നതെന്ന് മന്ത്രി EP ജയരാജൻ പറയുന്നു. യുവാക്കൾ ഇടതുപക്ഷത്തിനൊപ്പമാണെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഈ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർക്ക് ജോലി കൊടുത്തിട്ടുള്ള, ചെറുപ്പക്കാരികൾക്ക് ജോലി കൊടുത്തൊരു ഗവൺമെൻറ്റാണ്. ഇനിയും അവരുടെ തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. യുവാക്കൾ ഞങ്ങളോടൊപ്പമാണ്. യുവാക്കൾ ഇത്തരത്തിലുള്ളവർക്കെതിരായിട്ട് അണിനിരക്കും. ഈ ജോലിയിൽ ഇപ്പോഴുള്ളവരെല്ലാം യുവാക്കളാണ്. ആ യുവാക്കൾക്കൊക്കെ ജോലി കൊടുക്കാനുള്ള നടപടി ഞങ്ങൾ സ്വീകരിക്കുകയാണ്. ഞാൻ അതാ പറഞ്ഞത്, ഞങ്ങൾ തൊഴിൽ രഹിതരില്ലാത്ത കേരളം ഇവിടെ സൃഷ്ടിച്ചിരിക്കും. ഇപ്പോൾ ഭവനരഹിതരില്ലാത്ത കേരളം സൃഷ്ടിക്കുന്നില്ലേ, അതുപോലെ. ടൈറ്റാനിയം ഫാക്ടറിയിലെ ഓയിൽ ചോർച്ച അന്വേഷിക്കാൻ 3-അംഗ സമിതിയെ നിയോഗിച്ചതായും വ്യവസായ മന്ത്രി EP ജയരാജൻ പറഞ്ഞു. ബർണറിലെ ടാങ്കിൻ്റെ കാലപ്പഴക്കമാകാം ചോർച്ചയ്ക്ക് കാരണമെന്നാണ് അദ്ദേഹം പറയുന്നത്. സമഗ്രമായി അന്വേഷിച്ച് നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്റ്റ് ലിമിറ്റഡിൽ നിന്ന് ഫർണസ് ഓയിൽ ഡ്രൈനേജ് വഴി കടലിലേക്ക് ഒഴുകിയ സംഭവത്തിൽ വിശദമായ അന്വേഷണം ആവശ്യമാണ്. ഇത് പാരിസ്ഥിതിക പ്രശ്നമുണ്ടാക്കിയതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അതിനാൽ ഓയിൽ ചോർച്ച അന്വേഷിക്കുവാൻ 3-അംഗ സമിതിയെ നിയോഗിച്ചതായും വ്യവസായ വകുപ്പ് മന്ത്രി EP ജയരാജൻ പറഞ്ഞു. ആവശ്യമുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുകയാണ്. ഞങ്ങൾ വ്യവസായ വകുപ്പ് തന്നെ ഇത് സംബന്ധിച്ച് പരിശോധന നടത്താൻ ഒരു 3-അംഗ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ അന്വേഷണ റിപ്പോർട്ട് ഇതെന്തുകൊണ്ടാണ് ഉണ്ടായത് എന്നുള്ള കാര്യം, കുറച്ച് പഴകിയ ബർണറിൻ്റെ ഈ പുകക്കുഴൽ കുറച്ച് പഴകിയതാണ്. ഈ ബർണർ പ്ലാന്റിൻ്റെ ഈ ടാങ്ക് തന്നെ കുറച്ച് പഴകിയതാണെന്നാണ് പറയുന്നത്. അതെല്ലാം പരിശോധിച്ച്
ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത പാലിക്കാനുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുവാനും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കുന്നതിനും നടപടി സ്വീകരിക്കും. വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ് IAS, മലബാർ സിമന്റ് MD M മുഹമ്മദ് അലി, KMML MD S ചന്ദ്രബോസ് എന്നിവരാണ് അന്വേഷണ സമിതി അംഗങ്ങൾ. 10 ദിവസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. കോഴിക്കോട്ട് നടന്ന സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ സരിതയ്ക്കും ബിജു രാധാകൃഷ്ണനും 3-ാം പ്രതി മണിമോഹനും അറസ്റ്റ് വാറണ്ട്. കോഴിക്കോട് സ്വദേശി അബ്ദുൾ മജീദിൽ നിന്ന് 42,70,000 രൂപ സോളാർ പാനൽ സ്ഥാപിക്കാൻ സരിതയും ബിജു രാധാകൃഷ്ണനും വാങ്ങി വഞ്ചിച്ചെന്ന കേസിലാണ് കോടതി വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ മാസം 25-ന് പ്രതികളെ കോടതിയിൽ ഹാജരാക്കണമെന്നാണ് ഉത്തരവ്. 3 പേരുടെയും ജാമ്യം കോടതി റദ്ദാക്കി. ഒരു മാസികയിൽ ടീം സോളാറിന്റെ പരസ്യം കണ്ട് കോഴിക്കോട് സ്വദേശി അബ്ദുൾ മജീദ് കമ്പനിയുമായി ബന്ധപ്പെട്ടതോടെയാണ് തട്ടിപ്പിന്റെ തുടക്കം. ഡോക്ടർ RB നായർ, ലക്ഷ്മി നായർ എന്നീ പേരുകളിലാണ് ബിജു രാധാകൃഷ്ണനും സരിതയും അബ്ദുൾ മജീദിന് മുന്നിലെത്തുന്നത്. അബ്ദുൾ മജീദിന്റെ വീട്, അസോസിയേറ്റഡ് സ്റ്റീൽസ് എന്ന അദ്ദേഹത്തിന്റെ സ്ഥാപനം എന്നിവിടങ്ങളിൽ സോളാർ പാനൽ സ്ഥാപിക്കാമെന്ന് വിശ്വസിപ്പിച്ച് ഇവർ പണം തട്ടുകയായിരുന്നു. കൂടാതെ 4 ജില്ലകളിൽ ടീം സോളാറിന്റെ വിതരണം, പാലക്കാട് സമീപം കാറ്റാടി മിൽ സ്ഥാപിക്കാൻ സഹായം എന്നിവയും ബിജു രാധാകൃഷ്ണനും സരിതയും വാഗ്ദാനം ചെയ്തു. തുടർച്ചയായി കോടതിയിൽ എത്താതിനെ തുടർന്നാണ് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത്. 3 പ്രതികൾ ഇന്ന് ഹാജരായില്ല. അതിൽ ബിജു രാധാകൃഷ്ണനെ ആൻജിയോപ്ലാസ്റ്റി കാരണം സഞ്ചരിക്കാൻ പറ്റില്ലാണ്, സരിതയ്ക്ക് കീമോതെറാപ്പി ആണെന്നും പറഞ്ഞിട്ടാണ് ഇവിടെ ഒരു ആബ്സെൻറ്റ് പെറ്റീഷൻ കൊടുത്തത്. അപ്പോൾ നമ്മളത് ശക്തമായി പ്രോസിക്യൂഷൻ ഭാഗം എതിർക്കുകയും അവരുടെ ആബ്സെൻറ്റ് പെറ്റീഷൻ തള്ളുകയും അവർക്ക് സഞ്ചരിക്കാനൊക്കെ മനഃപൂർവ്വം വരാത്തതാണെന്ന് നമ്മുടെ വാദം അംഗീകരിച്ചുകൊണ്ട് കോടതി അവർ 2 പേരുടെയും ജാമ്യം റദ്ദാക്കുകയും അവരുടെ നോൺ ബെയിലബിൾ വാറണ്ട് പാസ്സാക്കുകയും ചെയ്തു. 2016-ലാണ് വിചാരണ തുടങ്ങിയത്. ബിജു രാധാകൃഷ്ണൻ, സരിത, ഇവരോട് അടുപ്പമുള്ള മണിമോൻ എന്നിവരാണ് പ്രതികൾ. വഞ്ചന, മറ്റൊരാളുടെ പണം തട്ടിയെടുത്ത് സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുക, ആൾമാറാട്ടം, വ്യാജരേഖ ചമക്കൽ എന്നിവയാണ് ബിജുവിനും സരിതയ്ക്കുമെതിരായ കേസ്. കൈരളി ന്യൂസ്, കോഴിക്കോട്. ബോളിവുഡ് നടി സണ്ണി ലിയോണിനെതിരായ കേസ് വഴിത്തിരിവിലേക്ക്. പരാതിക്കാരനും നടിയും തമ്മിൽ കരാറുകളൊന്നും തയ്യാറാക്കിയിട്ടില്ല എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. മറ്റു ചിലരുടെ അക്കൗണ്ട് വഴിയാണ് സണ്ണി ലിയോണിന് പണം നൽകിയതെന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. കേസിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്നും അന്വേഷണ സംഘം പറയുന്നു. പല തവണകളായി 39 ലക്ഷം രൂപ വാങ്ങി നടി സണ്ണി ലിയോൺ വഞ്ചിച്ചുവെന്നായിരുന്നു പെരുമ്പാവൂർ സ്വദേശി ഷിയാസ് നൽകിയ പരാതി. എന്നാൽ പരാതിക്കാരനുമായി സണ്ണി ലിയോൺ കരാറുകളിലൊന്നും ഏർപ്പെട്ടിട്ടില്ലെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. മാത്രമല്ല, പരാതിക്കാരൻ നടിക്ക് പണം നേരിട്ട് നൽകിയിട്ടില്ലെന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. മറ്റു പല അക്കൗണ്ട് വഴിയാണ് സണ്ണി ലിയോണിന് പണം നൽകിയത്. അതുകൊണ്ട് തന്നെ ഇതു സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം വേണമെന്നാണ് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നത്. നിലവിൽ ഷിയാസിന്റെ പരാതിയെ തുടർന്ന് വഞ്ചന, ചതി, പണാപഹാരം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് സണ്ണി ലിയോണിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. എന്നാൽ ഇതിലേതെല്ലാം വകുപ്പ് നിലനിൽക്കുമെന്ന് അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. കൈരളി ന്യൂസ്, കൊച്ചി. വിതുര പെൺവാണിഭ കേസിലെ 1-ാം പ്രതി സുരേഷ് കുറ്റക്കാരനാണെന്ന് കോടതി. പെൺകുട്ടിയെ തടവിൽ പാർപ്പിച്ചു, ആളുകൾക്ക് കൈമാറി തുടങ്ങിയ കുറ്റങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. പ്രതിയുടെ ശിക്ഷ കോട്ടയം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി നാളെ വിധിക്കും. 1995 നവംബറിലാണ് വിതുര കേസിനാസ്പദമായ സംഭവം. സംസ്ഥാനത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ എത്തിച്ച് ബലാത്സംഗത്തിന് പ്രേരിപ്പിക്കുകയും വിവിധ ആളുകൾക്ക് വിൽക്കുകയും ചെയ്തു എന്നാണ് കേസ്. കോട്ടയം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി P. ജോൺസൺ ആണ് 1-ാം പ്രതി ഷംസുദ്ദീൻ മുഹമ്മദ് ഷാജഹാൻ എന്ന സുരേഷ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. കേസിലെ മറ്റു പ്രതികളെ കോടതിയിൽ പെൺകുട്ടി തിരിച്ചറിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ബലാത്സംഗ കേസിൽ ജഗതി ശ്രീകുമാർ ഉൾപ്പെടെയുള്ള പ്രതികളെ വെറുതെ വിട്ടിരുന്നു. ഈ സാഹചര്യം മുൻനിർത്തി സുരേഷിനെതിരെ ബലാത്സംഗ പ്രേരണ നിലനിൽക്കില്ലെന്നും കോടതി കണ്ടെത്തി. നാളെ കേസിൽ വിധി പറയും. സുരേഷിനെതിരെയുള്ള 24 കേസുകളിൽ ആദ്യത്തെ കേസിലാണ് വിധി പറഞ്ഞത്. ബലാത്സംഗമടക്കമുള്ള കേസുകളിൽ വിചാരണ പൂർത്തിയായിട്ടില്ല. വിതുര കേസിൽ ഇതാദ്യമായാണ് ഒരു പ്രതിയെ കുറ്റക്കാരനായി കണ്ടെത്തുന്നത്. മനീഷ് മഹിവാൽ, കൈരളി ന്യൂസ്, കോട്ടയം. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ M. ശിവശങ്കറിന് ജാമ്യം അനുവദിച്ചതിനെതിരെ ED സുപ്രീം കോടതിയെ സമീപിച്ചു. ജാമ്യം നൽകിയുള്ള ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നാണ് ആവശ്യം. ശിവശങ്കർ ജാമ്യത്തിൽ കഴിയുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്നാണ് EDയുടെ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം ശിവശങ്കറിന് എതിരെ തെളിവുകൾ ഇല്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടില്ല എന്നും ഈ സാഹചര്യത്തിൽ ജാമ്യം അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നും ഉള്ള EDയുടെ ആവശ്യത്തിനെതിരെ തടസ്സ ഹർജിയുമായി ശിവശങ്കർ കോടതിയെ സമീപിക്കുകയും ചെയ്തു. തനിക്കെതിരെ ഇടക്കാല ഉത്തരവ് പാസാക്കുന്നതിന് മുമ്പ് തൻ്റെ വാദം കൂടി കേൾക്കണമെന്നാണ് ശിവശങ്കർ ഈ ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്.
ഇന്നത്തെ കോവിഡ് കണക്കുകൾ കൂടി പരിശോധിക്കാം. സംസ്ഥാനത്ത് ഇന്ന് 5281 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 4783 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 5692 പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 71,656 സാമ്പിളുകളാണ് ആരോഗ്യവകുപ്പ് പരിശോധിച്ചത്. ഏറ്റവും കൂടുതൽ കേസുകൾ പത്തനംതിട്ടയിലും ഏറ്റവും കുറവ് കാസർഗോഡ് ജില്ലയിലുമാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടയിലെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 7.37%. 24 മണിക്കൂറിനിടെ 16 പേർ മരണപ്പെട്ടു. 32 ആരോഗ്യ പ്രവർത്തകർക്കും ഇതിനിടെ രോഗം ബാധിച്ചുവെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം സംസ്ഥാനത്ത് കോവിഡ് വാക്സിനേഷൻ്റെ 2ാം ഘട്ട പ്രവർത്തനങ്ങൾ കൂടി മുന്നോട്ട് പോവുകയാണ്. പോലീസ്, മറ്റ് സേനാ വിഭാഗങ്ങൾ തുടങ്ങിയവർക്കാണ് 2ാം ഘട്ടത്തിൽ വാക്സിൻ നൽകുന്നത്. 1ാം ഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകർക്ക്, ആശുപത്രിയുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രവർത്തകർക്കാണ് വാക്സിനേഷൻ നൽകിയത്. ഇന്ന് തിരുവനന്തപുരത്ത് DGP ലോക്നാഥ് ബെഹ്റ, ജില്ലാ കളക്ടർ നവജ്യോത് ഖോസ തുടങ്ങിയവർ വാക്സിൻ സ്വീകരിച്ചു. റിപ്പോർട്ട് കാണാം. പോലീസ്, മറ്റ് സേനാ വിഭാഗങ്ങൾ, മുനിസിപ്പാലിറ്റി ജീവനക്കാർ, റവന്യൂ, പഞ്ചായത്ത് ജീവനക്കാർ എന്നീ വിഭാഗങ്ങളിലെ മുന്നണി പോരാളികളെയാണ് 2ാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ വാക്സിനേഷൻ കേന്ദ്രത്തിലെത്തി DGP ലോക്നാഥ് ബെഹ്റ, ജില്ലാ കളക്ടർ നവജ്യോത് ഖോസ എന്നിവർ വാക്സിൻ സ്വീകരിച്ചു. എനിക്ക് ആക്ച്വലി ഇഞ്ചക്ഷൻ എടുത്ത ശേഷം ഐ ഫീൽ വെരി കോൺഫിഡൻസ് കൂടി. ഇപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ 3-4 ദിവസം അങ്ങനെ തീർക്കണം. ആക്ച്വലി അത് അത്ര ഫെസിലിറ്റീസ് ഗവൺമെൻറ് ചെയ്തിട്ടുണ്ടോ. കോവിഡ് വാക്സിൻ എടുത്തതിലൂടെ എല്ലാവർക്കും പ്രോത്സാഹനം നൽകുവാൻ കഴിഞ്ഞുവെന്നും വാക്സിൻ സംബന്ധിച്ച ആർക്കും ആശങ്ക വേണ്ടെന്നും ജില്ലാ കളക്ടർ നവജ്യോത് ഖോസ പറഞ്ഞു. വാക്സിനേഷൻ സമയത്ത് നമുക്ക് ഒന്നും പെയിൻ ആയിട്ടില്ല, വളരെ പെയിൻലെസ് ആയിട്ട് നല്ല രീതിയിൽ ഹെൽത്ത് കെയർ വർക്കേഴ്സ്, ഇവിടെ ട്രെയിൻഡ് ഹെൽത്ത് സ്റ്റാഫാണ് നമുക്ക് വാക്സിനേഷൻ കൊടുത്തതാണ്. പക്ഷേ ഇപ്പോൾ വാക്സിനേഷന് ശേഷം 30 മിനിറ്റ് നമുക്ക് ഒബ്സർവേഷൻ ചെയ്തു, ഒന്നും സിംറ്റം ആയിട്ടില്ല, ഒന്നും ഇഷ്യൂ വന്നിട്ടില്ല. ആദ്യഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകർക്കാണ് വാക്സിൻ നൽകിയത്. ഇനി 3ാം ഘട്ടത്തിൽ 50 വയസ്സിന് മുകളിലുള്ളവർക്ക് നൽകും. ആകെ 3,30,775 ആരോഗ്യ പ്രവർത്തകരാണ് ഇതുവരെ മരുന്ന് സ്വീകരിച്ചത്. തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രവർത്തകർ വാക്സിൻ സ്വീകരിച്ചത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. മഹാരാഷ്ട്രയിലെ ഭീമ കൊറേഗാവ് സംഘർഷവുമായി ബന്ധപ്പെട്ട കേസുകളിൽ അറസ്റ്റിലായവർക്കെതിരെ തെളിവുകൾ കെട്ടിച്ചമച്ചതെന്ന് കണ്ടെത്തൽ. കേസിൽ ആദ്യം അറസ്റ്റിലായ മലയാളി റിസർച്ചർ റോണ വിൽസന്റെ കമ്പ്യൂട്ടർ മാൽവെയർ ഉപയോഗിച്ച് 10 കത്തുകൾ തിരികെ കയറ്റി എന്ന് കണ്ടെത്തലുകൾ വരുന്നു, റിപ്പോർട്ടുകൾ ഉണ്ടാകുന്നു. പ്രമുഖ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്തരം വിവരങ്ങൾ പുറത്തുവരുന്നത്. വിശദമായി അറിയാം റിപ്പോർട്ടിലേക്ക്. 2017 ഡിസംബർ 31 പൂനെയിലെ എൽഗാർ പരിഷത്ത് സമ്മേളനത്തിൽ നേതാക്കൾ പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തിയെന്നും പിറ്റേന്ന് ഭീമ കൊറേഗാവിൽ ഇത് സംഘർഷത്തിലേക്ക് നയിച്ചുവെന്നുമാണ് കേസിനാസ്പദമായ സംഭവം. 2018 മനുഷ്യാവകാശ പ്രവർത്തകനായ റോണ വിൽസൺ ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. റോണ വിൽസൺ കുറ്റവാളിയെന്ന് തെളിയിക്കുന്നതിന് അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പിൽ നിന്ന് കണ്ടെത്തിയ 10ഓളം കത്തുകളാണ് അന്ന് തെളിവായി പോലീസ് സമർപ്പിച്ചത്. എന്നാൽ ഈ കത്തുകൾ അനധികൃതമായി തിരികെ കയറ്റിയതെന്നാണ് അമേരിക്കൻ ഫോറൻസിക് ഫേം പറയുന്നത്. വിൽസന്റെ അഭിഭാഷകരുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് ലാപ്ടോപ്പിന്റെ ഇലക്ട്രോണിക് കോപ്പി ആഴ്സണൽ കൺസൾട്ടിംഗ് പരിശോധിച്ചത്. ഹാക്കിങ്ങിലൂടെ റോണ വിൽസന്റെ ലാപ്ടോപ്പിൽ കുറഞ്ഞത് 10 കത്തുകളെങ്കിലും സ്ഥാപിച്ചിട്ടുണ്ടെന്നാണ് പരിശോധനയിൽ വ്യക്തമാകുന്നത്. റോണ വിൽസൺ മാത്രമല്ല, കേസിൽ ഉൾപ്പെട്ട മറ്റുള്ളവരും ഇത്തരത്തിൽ സൈബർ ആക്രമണത്തിന് ഇരയായിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. വാഷിംഗ്ടൺ പോസ്റ്റാണ് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തത്. ഭീമ കൊറേഗാവ് കേസിൽ പ്രതികൾക്കെതിരെ പ്രാഥമിക തെളിവുകളായി പൂനെ പോലീസ് പരാമർശിക്കുന്നത് ഈ കത്തുകളിലെ ഉള്ളടക്കമാണ്. അതേസമയം തെളിവ് തട്ടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഏറ്റവും ഗുരുതരമായ കേസുകളിൽ ഒന്നാണ് ഭീമ കൊറേഗാവ് വിഷയമെന്നും അമേരിക്കൻ ഫോറൻസിക് ഫേം ചൂണ്ടിക്കാണിക്കുന്നു. നുഴഞ്ഞുകയറ്റങ്ങളിലൂടെ രാജ്യത്ത് ആർക്കെതിരെയും വ്യാജ കേസുകൾ ചമയ്ക്കുകയും തടങ്കലിൽ അടയ്ക്കാമെന്നുമാണ് ഇത്തരം സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്. നമ്മളിപ്പോൾ ചൈന അതിർത്തിയിലേക്ക്, ഇന്ത്യ ചൈന അതിർത്തിയുടെ ഒരു പശ്ചാത്തലത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ത്യ ചൈന സംഘർഷത്തിന് അയവ് വരുന്നു എന്നാണ് സൂചനകൾ. പാങ്കോങ് തെക്കൻ തീരത്ത് നിന്ന് സേനകൾ, ഇന്ത്യയുടെയും ചൈനയുടെയും സേനകൾ പിന്മാറാൻ ധാരണയായതായി ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് തന്നെ പറയുകയും ചെയ്തു. ലോക്സഭയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഇന്നുണ്ടായത്. ചൈനീസ് സേന ഫിംഗർ 8ലേക്കും ഇന്ത്യൻ സൈന്യം ഫിംഗർ 3ലേക്കും പിന്മാറുമെന്നാണ് സൂചനകളുള്ളത്. വടക്കൻ തീരത്തു നിന്നുള്ള സേനാ പിന്മാറ്റം സംബന്ധിച്ച് ചർച്ചകൾ തുടരും എന്നും രാജ്നാഥ് സിംഗ് സൂചിപ്പിക്കുകയും ചെയ്തു. പല ഘട്ടങ്ങളിൽ ചർച്ചകൾ തുടർന്നപ്പോൾ ഇന്ത്യ ശക്തമായ നിലപാടുകൾ തന്നെയായിരുന്നു സ്വീകരിച്ചിരുന്നത്. നിയന്ത്രണ രേഖ കൃത്യമായി പാലിക്കുക, അതിർത്തിയിലെ നിലവിലെ സ്ഥിതിയിൽ മാറ്റം വരുത്താൻ
ഏകപക്ഷീയമായ നീക്കം ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത്, എല്ലാ ഉഭയകക്ഷി ധാരണകളും പൂർണ്ണമായി പാലിക്കണം തുടങ്ങി ശക്തമായ നിലപാടുകൾ തന്നെയാണ് ഈ ചർച്ചകളിൽ ഉടനീളം സേനാതലത്തിൽ ഉൾപ്പെടെയുള്ള ചർച്ചകളിൽ ഇന്ത്യ ചൈനയെ അറിയിച്ചിരുന്നത്. എന്തായാലും കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് പാങ്കോങ് അതിർത്തിയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷമുണ്ടായത്, സൈനികരുടെ ജീവൻ നഷ്ടമായത്. എന്തായാലും ഇന്ത്യയുടെ ഒരു തുണ്ട് മണ്ണ് പോലും ചൈനയ്ക്ക് വിട്ടുകൊടുക്കില്ല എന്ന് പ്രതിരോധ മന്ത്രി ഇന്ന് പറയുകയും ചെയ്തു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ വാക്കുകൾ കേൾക്കാം. कई हाई लेवल ज्वाइंट स्टेटमेंट में भी यह जिक्र किया गया है कि एलएसी तथा सीमाओं पर पीस एंड ट्रैंक्विलिटी कायम रखना बाइलेटरल रिलेशन के लिए यह अत्यंत आवश्यक है. सभापति महोदय, पिछले वर्ष से चीन के द्वारा उठाए गए कदमों के कारण पीस एंड ट्रैंक्विलिटी पर प्रतिकूल असर पड़ा है. इसके फलस्वरूप चीन और भारत के संबंधों पर भी प्रभाव पड़ा है. उच्च स्तर पर चीन के साथ कई बार बातचीत के दौरान, जिसमें मेरे द्वारा चीनी रक्षा मंत्री के साथ पिछले सितंबर की बैठक और मेरे सहयोगी विदेश मंत्री श्री जयशंकर जी की चीनी विदेश मंत्री के साथ तथा हमारे एनएसए श्री अजीत जी डोभाल की अपने चीनी काउंटर पार्ट के साथ बातचीत शामिल है. हमने स्पष्ट कर दिया है सभापति महोदय कि यह अत्यंत आवश्यक है कि एलएसी के सभी फ्रिक्शन पॉइंट पर डिसएंगेजमेंट किया जाए ताकि पीस एंड ट्रैंक्विलिटी पुनः स्थापित हो सके. കഴിഞ്ഞ ഞായറാഴ്ച ചമോലി ജില്ലയിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ പ്രളയത്തിൽ 200-ലധികം പേരാണ് കാണാതായത്. ഉത്തരാഖണ്ഡിലെ ചമോലി മേഖലയിൽ നടന്ന ദുരന്തത്തിൽ ഇനിയും 170ഓളം പേരെ കണ്ടെത്താനുണ്ട്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഒക്കെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. നിലവിൽ 32 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ. മഞ്ഞുമല ഇടിഞ്ഞുണ്ടായ പ്രളയത്തിൽ 2 വൈദ്യുതി നിലയവും 5 പാലങ്ങളുമാണ് ഒലിച്ചുപോയത്. 45 കിലോമീറ്റർ അകലെ നിന്നാണ് പല മൃതദേഹങ്ങളും കണ്ടെത്തിയത്. നമ്മളിപ്പോൾ ഈ കാണുന്നത് ഈ തപോവൻ തുരങ്കമാണ്. ഈ തുരങ്കത്തിൽ 37 പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇവരെ രക്ഷിക്കാനുള്ള പ്രവർത്തനമാണ് ഏറ്റവും ഊർജിതമായി ഈ ഘട്ടത്തിൽ ഉത്തരാഖണ്ഡിൽ മുന്നോട്ട് പോകുന്നത്. ഇവിടെ വൈദ്യുത ഊർജ്ജ നിലയത്തിന് നിർമ്മാണ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ആളുകളാണ് ദുരന്തത്തിന് ഇരയായത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മണ്ണിനടിയിൽപ്പെട്ടവരെ രക്ഷിക്കുക എന്നതാണ് പ്രാഥമിക ലക്ഷ്യമെന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ITBPയും ഇന്ന് പ്രതികരിച്ചിട്ടുണ്ട്. അതേസമയം സംസ്ഥാന ദേശീയ ദുരന്ത നിവാരണ സേനകൾ സംയുക്തമായി ഈ രക്ഷാപ്രവർത്തനം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ വിവരങ്ങൾ ലഭ്യമാകുന്നത്. ഇതിനകം 32 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. തപോവൻ തുരങ്കത്തിലെ 37 ആളുകളെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ കൂടിയാണുള്ളത്. 200ഓളം ആളുകളെ കാണാതായി എന്ന കണക്കുകൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ ലഭ്യമാവുകയും ചെയ്യുന്നത്. ഇന്നത്തെ 9 PM ഇവിടെ സമാപിക്കുകയാണ്.